വേദത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ഔഷധ സസ്യങ്ങളും ഔഷധ വൃക്ഷങ്ങളും നമ്മൾ പരമാവധി പരിരക്ഷ ഉറപ്പാക്കണം. എന്തുകൊണ്ടാന്ന് പറയാൻ കാരണം, ആയുർവേദത്തെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഔഷധ സസ്യങ്ങൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാവുന്ന ഒരു കാര്യം, ഒരു കാരണവശാലും പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണെന്നറിയാം. എങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കാന്ന് മാത്രമാണ് ഇതിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യം. നമുക്കറിയാം, നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പറമ്പുകളിൽ തന്നെ നാച്ചുറലായിട്ട് വളരുന്ന ഒട്ടനവധി ഔഷധ സസ്യങ്ങളുണ്ട്. ആ ഔഷധ സസ്യങ്ങളൊക്കെ തന്നെ ഇന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് പല രീതിയിലുള്ള കാരണങ്ങളാണ്. ഒന്ന് രാസവളങ്ങളും രാസകീടനാശിനികളും തളിക്കുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ചെത്തി വെടിപ്പാക്കി ഇടുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ പ്രധാനമായിട്ടും ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കാൻ രണ്ട് മെത്തേഡ് ഉണ്ട് യഥാർത്ഥത്തിൽ. ഒന്ന് നാച്ചുറലായിട്ട് വരുന്ന ഔഷധ സസ്യങ്ങളും, ഇനി നമുക്ക് പ്രത്യുൽപാദനപരമായിട്ട് കൃഷി ചെയ്തുകൊണ്ട് അത് സംരക്ഷിക്കാൻ പറ്റുന്ന ഔഷധ സസ്യങ്ങളെയാണ് ശരിക്കും പ്രധാനമായിട്ടും നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സംസ്കാരം മാറി. ഔഷധ സസ്യങ്ങളൊന്നും സംരക്ഷിക്കണമെന്ന് ഒരാൾക്കും താല്പര്യമില്ല. നമുക്കൊരു പനിയോ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആശുപത്രി പോകാം. നമ്മുടെ ശരീരം മൊത്തം ചികിത്സയ്ക്ക് വേണ്ടി അലോപ്പതി ഡോക്ടർമാരെ ഏൽപ്പിക്കാം. അലോപ്പതി ഡോക്ടർമാരെ ഏൽപ്പിച്ചതിന് ശേഷം എന്താണ്, അവരെല്ലാവിധ ടെസ്റ്റുകളും നടത്തും. ഒരു പനി വന്നു കഴിഞ്ഞാൽ 2000, 2500, 1000, 1500 ഒക്കെ ആയിട്ട് നമ്മുടെ കാശ് പോയിക്കൊണ്ടിരിക്കും. ഒരാൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇതില് വളരെ ലളിതമായ നല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അലോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് ഏക്കാണ്ട് വരും. ഒരു മരുന്ന് കഴിക്കുമ്പോൾ അത് ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആന്റിബയോട്ടിക് ഒക്കെ അവസാന നിമിഷത്തിലാണ് കഴിക്കേണ്ടത് യഥാർത്ഥത്തിൽ. അപ്പൊ പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അലോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. നമുക്കറിയാം, എല്ലാവിധ ടെസ്റ്റുകളും നമ്മൾ നടത്തുകയാണ് ചെയ്യണത്. ഒരു പേടി കൊണ്ടാണ് ചെയ്യുന്നത്, ജീവിക്കാനുള്ള കൊതി കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ആയുർവേദം നമ്മൾ പരിരക്ഷിക്കണം. ആയുർവേദ ചികിത്സയാണ് ഇന്ന് ഉള്ള നിലവാരപ്പെട്ട വലിയ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ചികിത്സ. അപ്പൊ ആയുർവേദം സംരക്ഷിക്കപ്പെടണം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ആവർത്തിക്കണേ, ഈ പ്രകൃതിദത്തമായിട്ട് വളരുന്ന ഔഷധ സസ്യങ്ങളും അവനെ നമ്മൾ സംരക്ഷിച്ച് നിലനിർത്തി നമ്മുടെ വീട്ടുമുറ്റത്ത് കാത്തു സൂക്ഷിച്ച് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഔഷധ സസ്യങ്ങളെ പറ്റി ഞാൻ പറയാം. നമുക്കറിയാം, പ്രകൃതിദത്തമായി വളരുന്ന ചില ഔഷധ സസ്യങ്ങളെ പറ്റി പറയുന്നത്, ഇപ്പൊ തിപ്പല്ലി, മുത്തിൽ എന്ന് പറയുന്നത് കൊടവൻ, അതുപോലെ കുറുന്തോട്ടി, ചെറുകടലാടി, കീഴാർനെല്ലി, ശതാവരി, കൊടുവേലി, ആവണക്ക്, ഇഞ്ചിപ്പുല്ല്, ഉഴിഞ്ഞ, അതേപോലെ തന്നെ കൊടുവേലി, ആവണക്ക്, ഇഞ്ചിപ്പുല്ല്, ഉഴിഞ്ഞ, എരിക്ക്, ഓരില, മൂവില, കരിങ്കുറിഞ്ഞി, നായ്ങ്കർണ, കർളകം, ചെറുള, നീലമരി ശരിക്കും നട്ടുപിടിപ്പിക്കുന്ന സാധനങ്ങള്. നട്ടുപിടിപ്പിക്കുന്ന തൊട്ടാവാടി, നറുനണ്ടി, പർപ്പടകപ്പുല്ല്, പുളിയർല, പൂവാങ്കുരുന്നല്, മുയൽച്ചെവി, വയൽച്ചുള്ളി, ഇങ്ങനെ ഒട്ടനവധി സസ്യങ്ങൾ നാച്ചുറലായിട്ട് വളരുന്ന ഔഷധ സസ്യങ്ങളുണ്ട്. ഇനി നമ്മൾ നട്ടുപിടിക്കാനുള്ള ഔഷധ വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും എന്താണ്? തുളസി നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ട ഔഷധ സസ്യമാണ്. തുളസിയുടെ പ്രത്യേകത എന്താണ്? 37 ഔഷധ ഗുണങ്ങളുണ്ട്. പക്ഷെ രാസവളം ഇടുന്നതിന്റെ ഭാഗമായിട്ട് തുളസിക്ക് 37 ഔഷധ ഗുണം ഉണ്ടെങ്കിലും രാസവളം ഇടുന്നതിന്റെ ഭാഗമായിട്ട് അത് നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് അത് 7 ഗുണങ്ങളായിട്ട് പറയും. ഔഷധങ്ങളിലെ രാജ്ഞിയാണ് യഥാർത്ഥത്തിൽ തുളസി എന്നറിയപ്പെടുന്നത്. പിന്നെ ആടലോടകം, പനിക്കൂർക്ക, ചിറ്റെടുത്ത, മുറുകുട്ടിപ്പച്ച, കറ്റാർവാഴ, അതേപോലെ തന്നെ നീലമരി, ഇഞ്ചി, മഞ്ഞള്, അമൃത്, അരയാല്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നച്ചുപിടിക്കും. പിന്നെ ചന്ദനമൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ട സാധനങ്ങളാണ്. പക്ഷെ ചന്ദനം മുറിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഈ വക ഔഷധ സസ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായാൽ ഈ അമ്മമ്മ വൈദ്യം പോലെ പ്രകൃതിദത്തമായിട്ടുള്ള ചികിത്സ നമുക്ക് വേണമെന്ന് നമുക്ക് ചെയ്യാം. ഒരു പനി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നീർവാർച്ച വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി ഔഷധങ്ങളുണ്ട്. ഞാൻ ഇതിന്റെ ഗുണങ്ങളും ഈ ഔഷധ സസ്യങ്ങളിലെ ഔഷധയോഗ്യ ഭാഗങ്ങൾ ഏതാണ്, അതിന്റെ ഹെർബറി ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നാളത്തെ വീഡിയോയിൽ പറയാം. ഔഷധ സസ്യങ്ങൾ നിങ്ങള് വീട്ടുമുറ്റത്ത് തന്നെ സംരക്ഷിക്കപ്പെടണം എന്നാണ് നമ്മുടെ ഒരു നിർദ്ദേശം. ഈ ചാനല് വിജ്ഞാനപ്രദമായിട്ടുള്ള ചാനലാണ്, ഈ യൂട്യൂബ് ചാനലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പരമാവധി പേര് മറ്റുള്ളവരിലേക്ക് ഇതിന്റെ വ്യാപനം എത്തിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ശിവദാസൻ ഇന്ത്യയായിട്ട് വൺ സ്ട്രഗിൾ മീഡിയ. നാളെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ഔഷധ സസ്യങ്ങളുടെയും ഔഷധയോഗ്യ ഭാഗങ്ങൾ ഏതാണ്, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഒരു 5 വെച്ച് ഔഷധ സസ്യങ്ങളെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് അതിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.